ഗൈസ് രാവിലെ തന്നെ നമ്മളെ അയൺമാൻ വിളിച്ചിട്ട് നമ്മളോട് പറഞ്ഞിരുന്നു ആളെ മോട്ടലിലോട്ടൊന്ന് വരാൻ. ആൾക്ക് സ്വന്തമായിട്ട് ഇവിടെ ഒരു മോട്ടലൊക്കെ ഉണ്ട് ഗൈസ്. അപ്പം അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് ആ ആളിപ്പോൾ അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞ്? അപ്പം നിങ്ങൾ വിചാരിക്കണ്ടോ ഷിൻജാൻ എന്ത് ചെയ്യുന്നു? ഷിൻജാൻ ക്ലാസ്സിന് ഒരുക്കുന്നുണ്ട് ഗൈസ്. ചെക്കഞ്ഞ് 4 മണി വരുള്ളൂ. വരെ അവൻ്റെ ശല്യം സഹിക്കണ്ട. ഓക്കെ, നമുക്ക് ഇനി നേരെ ടൈം കളയണ്ട. അയൺമാൻ വിളിച്ച സ്ഥിതിക്ക് അങ്ങോട്ട് പോയേക്കാം. നമ്മൾ റീസെൻ്റ്ലി പുതിയ കാറും ബൈക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സീനി ബൈക്ക് നമ്മൾ ഇതെടുത്തത്, കാർ എടുത്തില്ല. കാറിൽ പെട്രോൾ കുറവാണ് ഗൈസ്. നമുക്ക് ബൈക്കാണെന്നുണ്ടെങ്കിൽ വേഗം എത്തുകയും ചെയ്യാം. അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് പോകണ്ടല്ലോ, പെട്രോൾ ഇതിലും ഉണ്ട് അത്യാവശ്യം. അപ്പോൾ നമുക്ക് നേരെ അയൺമാൻ്റെ അടുത്തൊക്കെ പോവാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ചാനൽ അതിലാണ് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് ടു 100K ആണ് നമ്മളെ ഫാം. നിങ്ങളെല്ലാവരും മാക്സിമം ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കിട്ടാം. എന്താണ് ഗൈസ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. പിന്നെ എല്ലാവരും ഈ വീഡിയോക്ക് ഒരു ലൈക്ക് കൂടി അടിച്ചേക്ക്. ലൈക്ക് ടാർഗറ്റ് എന്നത്തെ പോലെ 10 വെക്കുന്നത്. നിങ്ങൾ മാക്സിമം ലൈക്ക് ബട്ടൺ അടിച്ചാണ്ട് പൊട്ടിച്ചേക്ക്. അപ്പോൾ നമുക്ക് നേരെ അയൺമാൻ്റെ മോട്ടലിലോട്ട് പോവാം. ഗൈസ് നമ്മളങ്ങനെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ അയൺമാൻ്റെ മോട്ടലും കാര്യങ്ങളൊക്കെ. ചെങ്ങായിൻ്റെ സ്വന്തം മോട്ടലാണ് ഗൈസ്. ആളിത്തിരി റിച്ചാണ്. നിങ്ങൾക്ക് അറിയാലോ നമ്മളെ അയൺമാൻ ടോണി സ്റ്റാർക്കിനെ നിങ്ങൾക്ക് അറിയണതല്ലേ. ആളിത്തിരി റിച്ചാണ്. അവഞ്ചേഴ്സ് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ട് ആളിത്തിരി റിച്ചാണ്. എന്തിനാണ് അപ്പോൾ നമ്മളെ വിളിച്ചത്? എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും. നമുക്ക് ഇവിടെ നിന്ന് ഒരു സോഡ കുടിച്ചിട്ട് നേരെ മേലോട്ട് പോവാം. ആള് എപ്പോഴും മേലെയാണ് ഗൈസ് ഉണ്ടാവാറ്. ആൾ അപ്പാർട്ട്മെന്റ് മേലെയാണ്. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഓ, ഒരു സോഡക്കൊക്കെ $1 ഇനി കുടിക്കണ്ട മതി ഗൈസ്. അധികം ദഹിക്കുന്നൊന്നുമില്ല. എവിടെയാണ് അവൻ ഈ അയൺമാന്? ഏത് ഉഗാണ്ടേ പോയി എടുക്കണം ഈ ചങ്ങായി? നമുക്ക് എന്തായാലും പോയി നോക്കിയേക്കാം. അങ്ങനെ പറഞ്ഞല്ലോ ഗൈസ്, ആള് മേലത്തെ അപ്പാർട്ട്മെന്റിലാവും. ആളെ മെയിൻ പ്ലേസ് അവിടെയാണ്. നമുക്ക് മേലെ കയറി നോക്കി വെക്കാം. അയൺമാൻ എന്തിനോട്ട് വരാൻ പറഞ്ഞു? നിന്നോട് വരാൻ പറഞ്ഞത് ഇനി വേറൊന്നുമില്ല. നമ്മുടെ സ്പൈഡർമാന് നിന്നെ അന്വേഷിച്ചിരുന്നു. എന്തിനാണെന്ന് വെച്ചാ അവന്റെ സ്യൂട്ട് നിനക്ക് തരാനാണ്. വേറൊന്നുമില്ല, അവൻ ഒരാഴ്ചത്തേക്ക് അവന്റെ നാട്ടിലോട്ട് പോവാണ്. അപ്പൊ ആ സ്യൂട്ട് നാട്ടിലോട്ട് കൊണ്ടുപോകുന്നില്ല. ഇവിടെ നല്ലൊരാളെയൊക്കെ ഏൽപ്പിക്കാനാണ് പറഞ്ഞത്. അതുകൊണ്ട് നിന്നെ ഞാൻ നല്ല ആളെ കണ്ട കാരണമാണ് നിനക്ക് ആ സ്യൂട്ട് തരാൻ ഏൽപ്പിച്ചത്. സ്പൈഡർമാൻ എന്തെങ്കിലും അടിയുണ്ട്, നീ സ്പൈഡർമാൻ്റെ ഒക്കെ ഒന്ന് പോയിട്ട് ആ സ്യൂട്ട് ഒന്ന് വാങ്ങിച്ചേക്കിട്ടാ. അയൺമാനെ ഞാൻ എന്തായാലും പോയി സ്പൈഡർമാൻ ഒന്ന് കാണട്ടെ. എന്താ സ്പൈഡർമാൻ എന്നെ കാണാന്നൊക്കെ പറഞ്ഞേ? അത് പിന്നെ വേറൊന്നുമില്ല, ഞാൻ എന്റെ നാട്ടിലോട്ട് പോവാണ്. അതുകൊണ്ട് എന്റെ സ്യൂട്ട് നിനക്ക് തരാൻ വേണ്ടിട്ടാണ്. നീ ഒരു നല്ല ആളായതുകൊണ്ട് ഞാൻ നിനക്ക് ഈ സ്യൂട്ട് തരാണ്. നീ വേറെ ആർക്ക് ഈ സ്യൂട്ട് കൊടുക്കരുത്. ഞാൻ സൂക്ഷ്യം കണ്ടൊക്കെ അത് കൈകാര്യം ചെയ്യണം. നല്ല കാര്യത്തിന് മാത്രം ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ എനിക്കിത് തിരിച്ച് തരാൻ വേണം. അപ്പൊ ഞാൻ നിനക്ക് ഇപ്പൊ സ്യൂട്ട് തരാം. സ്പൈഡർമാനെ താങ്ക് യു സ്പൈഡർമാനെ. ഞാൻ ഒന്നും ചെയ്യില്ല, നല്ല കാര്യങ്ങൾക്ക് തന്നെ യൂസ് ചെയ്യാം. ഒരാഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ തിരിച്ചു തരാൻ ചെയ്യാം. നീ വേം വായോ, ഞാനിക്ക് ഈ സ്യൂട്ട് തരാം. ഓക്കെ സ്പൈഡർമാനെ. നമ്മളങ്ങനെ സ്പൈഡർമാന്റെ സ്യൂട്ട് ഇട്ടിരിക്കുകയാണ്. സ്പൈഡർമാൻ നല്ലൊരു മനുഷ്യനായതുകൊണ്ട് നമുക്ക് ഈ സ്പൈഡർമാന്റെ സ്യൂട്ടൊക്കെ ഇടാൻ തന്നല്ലേ നമുക്ക് തന്ന്. അതൊരാഴ്ചത്തേക്ക്. ഓ മോനെ, നമ്മളിഞ്ഞി സിറ്റി സീനാക്കും. അല്ല പിന്നെ ഇനി ഇവിടെ ഒരു ക്രിമിനൽസ് ഉണ്ടാവാൻ പാടില്ല ഈ ഫ്രാങ്ക്ലിൻ സ്പൈഡർമാൻ ആയിട്ടിരിക്കുമ്പോൾ. അല്ല ഗൈസ്, നമ്മൾ ഷിൻജാൻ വീട്ടിൽ വെയിറ്റിംഗ് ആവും. നമ്മൾ കുറേ നേരം ഇവിടെ വന്നിട്ട് നമ്മൾ ഷിൻജാൻ ഇവിടെ സീനാക്കും. ഷിൻജാൻ ഇതൊന്നും ഞെട്ടത് കണ്ടിട്ട്. ഷിൻജാൻ ഫ്രാങ്ക്ലിൻ ബോയ് എവിടെയെന്നൊക്കെ നമ്മളോട് ചോദിക്കും. ഉറപ്പാണ് ആ ചെക്ക എന്തായാലും ഞെട്ടും. നമ്മളെ അയൺമാൻ്റെ മാൻഷൻ മോട്ടൽ അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. അല്ല അത്യാവശ്യം വലുതാണ്. ഇവിടെ കുറേ സ്ഥലങ്ങൾ റൂമുകളൊക്കെ ഉണ്ട്. ഇവിടെ എക്സിറ്റ് ഉണ്ടല്ലോ. അയൺമാർക്ക് മാത്രം എൻട്രി ചെയ്യാൻ പറ്റാണ് തോന്നുന്നു. തുറക്കണില്ല. ഓക്കെ, നമുക്ക് വന്ന വഴി തന്നെ പോവാ. അവിടെയാണ് മെയിൻ എൻട്രി ഉള്ളത്. നമുക്ക് പിന്നെ പോകുമ്പോൾ ഒരു സോഡ കുടിച്ചിട്ട് പോവാ. എന്തായാലും സ്പൈഡർമാന് സീൻ തന്നെയല്ലേ. സ്പൈഡർമാൻ്റെ സ്യൂട്ട് കാണുമ്പോഴൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു ഇടണം എന്നൊക്കെ. ഇപ്പം എന്തായാലും ആ ആഗ്രഹം നിറവേറ്റിയിരിക്കുകയാണ് നമ്മളെ സ്പൈഡർമാന്. അയൺമാനാണ് ഇനി ആദ്യം വിളിച്ചത്. എന്തായാലും നല്ലൊരു ഐഡിയ ആണ്. ഇനി അയൺമാൻ്റെ സ്യൂട്ടും കൂടിയൊക്കെ ട്രൈ ചെയ്യണം. അയൺമാൻ്റെ സ്യൂട്ട് ട്രൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. അപ്പോൾ നമ്മൾ അയൺമാൻ്റെ ഒക്കെ ആ സ്യൂട്ട് വാങ്ങിക്കുന്നതായിരിക്കും. ഓക്കെ, നമ്മളൊരു സോഡ കുടിക്കാം. ഓക്കെ, നമ്മളൊരു സോഡ കുടിച്ചിട്ടുണ്ട്. ഇനി മതി, നമുക്ക് പോവാ ഗൈസ്. ഇനി ഷിൻജാനൊക്കെ ഒന്ന് ഞെട്ടിക്കണം നമുക്ക്. ഗൈസ് നമുക്കിനി എന്തിനാ വണ്ടി? നമുക്കിനി വെബ് ക്യാം ഇട്ട് പോവാലോ, അതല്ലേ നല്ലത്. നമുക്കിനി വല വിട്ട് പോവാ ഗൈസ് വീട്ടിലോട്ട്. അല്ല എന്റെ ബൈക്ക് എന്തെങ്കിലും ആവട്ടെ. നമുക്ക് എന്തായാലും സ്പൈഡർമാൻ്റെ സ്യൂട്ട് കിട്ടില്ല. ആ ബൈക്കൊക്കെ നമുക്ക് പിന്നെ വാങ്ങിക്കാം. ഷേടോ മോനെ, ഇത് സീനായിട്ടുണ്ട് കേട്ടോ. അതോ സ്പൈഡർമാൻ്റെ സ്കില്ലൊക്കെ കിട്ടി. നമ്മൾ വീഴൂല കേട്ടോ പെട്ടെന്നൊന്നും. കാരണം നമ്മളെ വല നമ്മളെ കാലുമ ചുറ്റണോണ്ട് നമ്മൾ പെട്ടെന്നാണ്ട് വീഴൂല. ഇത്തിരി നേരം ആകാശത്ത് നിൽക്കും, അല്ല എയറിൽ നിൽക്കും. അത് കണ്ട ഇങ്ങനെ നമ്മൾ നിൽക്കും. എന്നിട്ടാണ് പെട്ടെന്ന് നമ്മൾ വീഴും. വീണാലേ നമുക്കൊന്നും പറ്റൊന്നുമില്ല. ഇവിടെ ഏതാ നമ്മൾ ഷോപ്പിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. അവിടെ ഷിൻജാൻ വെയിറ്റിംഗ് ആവും. ഷിൻജാന് എപ്പോ സ്കൂളിൽ വന്നിട്ടുണ്ടാവും. ഓക്കെ, നമുക്ക് ഇനി വെബ് ക്യാം ഇട്ടിട്ട് നേരെ ഇവന്റെ അടുത്തേക്ക് പോവാം. ഷിൻജാന്റെ അടുക്ക് പോവാം. ഷിൻജാന്റെ അടുക്കല്ല വീട്ടിലോട്ട് പോവാ. എന്നിട്ട് ഷിൻജാനൊന്ന് ഞെട്ടിപ്പിക്കണം ഗൈസ്. ഷിൻജാൻ ഇത് എന്തെങ്കിലും സർപ്രൈസ് ആവും. കാരണം ഞാൻ ഇങ്ങനത്തെ സ്യൂട്ടൊക്കെ ഇട്ടിട്ട് പോകുമ്പോൾ ഓനക്ക് എന്തെങ്കിലും സർപ്രൈസ് ആവും. ഫ്രാങ്ക്ലിനാണ് ഇതിനുള്ളിലുള്ളതെന്ന് എനിക്ക് ഒരിക്കലും മനസ്സിലാവൂല. അതെന്തപ്പോ ഇങ്ങനെ ഇവിടെ നടക്കാൻ പാടില്ല. ഞാനുള്ളപ്പോ ഇതിന്റെ മുമ്പിൽ കൂടെ ഇങ്ങനെ നടക്കാൻ പാടില്ല. അല്ല പിന്നെ
അയാൾ ഓടി ഗൈസ് പേടിച്ചിട്ട് പാവം വെറുതെ അടിച്ച്. സ്പൈഡർമാൻ കണ്ടാൽ തിരിച്ചു വാങ്ങിക്കും ഗൈസ്. ആള് ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി പറഞ്ഞിട്ടുണ്ട്. എന്നാലും എന്റെ മുമ്പിൽ നിന്ന് അങ്ങനെ ചെയ്യണക്ക് ഇഷ്ടമില്ല ഗൈസ്. അത് എന്ത് പരിപാടിയാണ്, ഇത് എന്താണ് ഇത്? നമ്മളെ ഫ്രാങ്ക്ലിനൂടെ സിംഗിൾ ആയിട്ട് ഇരിക്കുമ്പോൾ മറ്റുള്ളവർ അല്ലാതെ ശരിയാവില്ല. ഓക്കെ, നമുക്ക് നേരെ വീട്ടിലോട്ട് കത്തിച്ചു വിടാം. കത്തിച്ചല്ല, വല വിട്ടു വിടാം. പൊട്ട ഷിഞ്ചാൻ, അത് ഞാനണ്ടാ ഫ്രാങ്ക്ലിൻ, നിന്റെ ഫ്രാങ്ക്ലിൻ കാക്കാണിത്. അതൊക്കെ ഉണ്ടാ, അതൊക്കെ നമ്മളെ സ്പൈഡർമാന്റെ ഒക്കെ ഞാൻ വാങ്ങിച്ച്. എന്ത് ചെയ്യാനാ, നമ്മള് പണ്ടേ കില്ലാടി പോയി. ഞാൻ എന്തായാലും സ്യൂട്ട് ഊരിക്കട്ടാ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇതിൽ പവർ ഇല്ല, അതെന്തായാലും പവർ കയറ്റാൻ വേണ്ടി വെക്കാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ തിരിച്ച് ഫ്രാങ്ക്ലിന്റെ രൂപത്തിലോട്ട് വന്നിട്ടുണ്ട്. ആ സ്യൂട്ട് ഊരിപ്പോ നമ്മളെ പവറൊക്കെ പോയിട്ടാ, വെബ്കാം ഇടേണ്ട പവറൊക്കെ പോയിട്ടുണ്ട്. അതൊക്കെ ഉണ്ടാ, നമ്മളെ സ്പൈഡർമാൻ ഒരാഴ്ചത്തേക്ക് അവന്റെ നാട്ടിലോട്ട് പോവാണ്. അപ്പൊ ഇന്ത്യക്ക് ഇത് സൂക്ഷിച്ചെടുത്തേക്കാൻ വേണ്ടി തന്നതാണ്. ഞാനിത് എന്തായാലും ഉപയോഗിക്കാൻ, നല്ല കാര്യത്തിന് ഉപയോഗിച്ചെന്നൊക്കെ ആള് പറഞ്ഞു. അപ്പൊ അതിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നതാണ്. എടാ, നിന്റെ സൈസിന് പറ്റിയ സ്യൂട്ടൊന്നും ഇല്ലടാ അങ്ങനത്തെ. ഒക്കെ നമുക്ക് എങ്ങനെയാലും സെറ്റ് ആക്കാം. അപ്പൊ ഇതല്ല നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ബാക്കി ഷിഞ്ചാൻ പറയണം. പിടിച്ചോണ്ടാവും എല്ലാരും ലൈക്ക് ചെയ്ത് കിട്ടാം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ഗൈസ്.